ഐയുടെ പവർ കണ്ടുപിടിക്കാനാണ്. അതായത് ഐ റൈസ് ടു 41 എത്രയാണെന്ന് ചോദിക്കും. ഇത് ചെയ്യണമെങ്കിൽ ഐയുടെ പവർ ചെയ്യണമെങ്കിൽ നമ്മൾ 4 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഐ റൈസ് ടു 0 എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. ഐ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അല്ല, 0 കഴിഞ്ഞാൽ ഐ റൈസ് ടു 1. ഐ റൈസ് ടു 1 എത്രയാണ്? ഐ ആണ്. ഐ സ്ക്വയർ എത്രയാണ്? -1 ആണ്. ഐ ക്യൂബ് എത്രയാണ്? -i ആണ്. ഈ 4 കാര്യങ്ങളും കാണാതെ പഠിക്കണം. ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഐ റൈസ് ടു 0 1 ആണ്. ഐ റൈസ് ടു 1 ഐ തന്നെയാണ്. ഐ സ്ക്വയർ -1 ആണ്. ഐ ക്യൂബ് എന്ന് പറയുന്നത് -i ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ചോദ്യം നോക്കുക. എന്താണ്? ഐ റൈസ് ടു 41. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ 4 എണ്ണമല്ലേടാ നമ്മൾ പഠിച്ചിട്ടുള്ളത്. 4 എണ്ണമല്ലേ പഠിച്ചേക്കുന്നത്. ഈ എത്രയാണോ പവർ വന്നിട്ടുള്ളത് ആ നമ്പറിനെ ഈ 4 കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. എത്രയാണ്? 1 തവണ 4 0 മേളിലൊരു 0 ഇട്ടിട്ടു 1 ഇറക്കി എഴുതി കഴിഞ്ഞു. നമുക്ക് എന്താണോ റിമൈൻഡർ വന്നത് അതാണ് നമുക്ക് വേണ്ടത്. റിമൈൻഡർ വന്നത് എത്രയാണ്? 1. അതായത് എന്താണോ പവർ ആ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ എത്രയാണോ വന്നത് അത് നോക്കുക. ഇനി ഈ റിമൈൻഡർ വന്ന നമ്പർ ഇവിടെ ഐയുടെ പവർ ആയിട്ട് എഴുതിക്കും, ഈക്വൽ ടു എന്ന് പറഞ്ഞു. അപ്പൊ ഐ റൈസ് ടു 41 ഈക്വൽ ടു എത്ര വന്നു? ഐ റൈസ് ടു 1. ഐ റൈസ് ടു 1ന്റെ വാല്യൂ നമ്മൾ ഇവിടെ കാണാതെ പഠിച്ചു. ഐ റൈസ് ടു 1 എത്രയാണോ? ഐ. ഇത്രേ ഉള്ളൂ. അപ്പൊ ഒരു പവർ വന്നു കഴിഞ്ഞാൽ പവറിനെ 4 കൊണ്ട് ഹരിക്കുക. റിമൈൻഡർ എത്രയാണെന്ന് നോക്കുക. അത് ഇവിടുന്ന് എടുത്ത പവർ ആയിട്ട് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയാണ് ഐയുടെ പവർ കണ്ടുപിടിക്കുന്നത്.